അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാനു ഷരീഫിൻ്റെ ദിനരാത്രങ്ങളിലൂടെ റമളാനിൻ്റെ പകലിൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച് രാത്രിയിൽ തറാവീഹ് നമസ്കരിച്ച് എഴുത്തിക്കാഫിരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് അങ്ങനെ അനവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ പരിശുദ്ധമായ ഈദുൽ ഫിത്റിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആഘോഷം ഭൗതികമായ ലോകത്തിൻ്റെ പകിട്ടാർന്ന പ്രതിഭാസങ്ങൾക്ക് അടിമപ്പെടലല്ല. നമ്മുടെ ആഘോഷം പരിശുദ്ധമായ റമളാനു ഷരീഫിൽ നമ്മൾ സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ സ്ഫുടീകരിച്ചു എന്നുള്ള ആഘോഷമാണ്. അതിൻ്റെ പേരിലാണ് നമ്മൾ റമളാനു ഷരീഫ് പൂർണ്ണമായി കഴിഞ്ഞാൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നത്. നമുക്കവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സുന്നത്തായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിർബന്ധമായി ഈദുൽ ഫിത്ർ നൽകേണ്ടതുണ്ട്, ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തെപ്പറ്റി എല്ലാവരുടെയും വലിയൊരു വിഭാഗം അഭിപ്രായം അത് സുന്നത്താണ് എന്നാണ്. എന്നാൽ പണ്ഡിത ലോകത്ത് വളരെ വലിയൊരു വിഭാഗം നിർബന്ധമായിട്ടും പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് എന്ന പ്രഖ്യാപനം നടത്തിയ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ അത് സുന്നത്തായ കാര്യമാണെങ്കിലും അതിനെ ഗൗരവത്തോടെ നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാളിന് നമുക്ക് ഐച്ഛികമായി സുന്നത്തായിട്ട് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? അത്തറിൻ്റെ പരിമളമായി പുത്തനുടുപ്പിൻ്റെ പുതുമയോടുകൂടെ തക്ബീറിൻ്റെ അമരധ്വനികളുമായി ഈദ്ഗാഹിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3 സുന്നത്തുകൾ നമുക്കവിടെ ലഭ്യമാകുന്നു. പുത്തനുടുപ്പ് അണിയുന്നത് സുന്നത്തായ കാര്യമാണ്. അത്തർ ഉപയോഗിക്കുന്ന പുരുഷന്മാർക്ക് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ തക്ബീർ ചെല്ലുന്നത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ആളുകളെ സ്വാഗതം ചെയ്യുന്നത്, അവരെ സന്തോഷിപ്പിക്കാനുള്ള വാക്കുകൾ പറയുന്നത് നല്ല കാര്യമായി സലഫുകൾ പ്രഖ്യാപിച്ചിരുന്നു എന്നൊക്കെ മഹാരഥന്മാരായ സലഫുകൾ അവരുടെ രേഖകളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും റമളാൻ ഷരീഫ് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളാകുമ്പോൾ നമ്മുടെ ആരാധനാ കേന്ദ്രമാകുന്നത് ഈദ്ഗാഹാണ്. ആ ഈദ്ഗാഹിന് ബദൽ പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റമളാൻ കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പെരുന്നാളിന് നമുക്ക് ചെയ്യാനുള്ള സുന്നത്തുകൾ ഈദ്ഗാഹുകളിലേക്ക് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും കടന്നു വരിക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചു. മാത്രമല്ല, പ്രവാചകനോട് അന്നത്തെ സഹാബ വനിതകൾ ചോദിച്ചു, നബിയെ, ഏതെങ്കിലും സ്ത്രീക്ക് ഈദ്ഗാഹിലേക്ക് വരാൻ വസ്ത്രമില്ല എങ്കിൽ എന്തു ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളുടെ കൂട്ടുകാരികൾ അവൾക്ക് വസ്ത്രം കൊടുക്കട്ടെ, എന്നിട്ട് അവർ ഈദ്ഗാഹിലേക്ക് പോകട്ടെ. മാത്രമല്ല, ആർത്തവകാരികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരും ഈദ്ഗാഹിലേക്ക് വരണം. എന്നിട്ട് അവർ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം. എന്നാൽ അവർ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അവർ പങ്കുകൊള്ളണം. ആ ദുആയിൽ പങ്കെടുക്കാൻ ആർത്തവകാരികൾ പോലും വരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ നാം കൃത്യമായി മനസ്സിലാക്കുക, ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തുകളായി പുത്തനുടുപ്പണിയുകയും അത്തർ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മൾ തക്ബീറുകൾ വർദ്ധിപ്പിക്കുകയും അതേപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുകയും ഈ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളെ നമ്മൾ സജീവമാക്കുക. റമളാനിൽ നമ്മൾ ചെയ്തിരുന്നത് പോലെ മറ്റാരാധനകളിലൊക്കെ സജീവമാകുകയും 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യമായി ജമാഅത്തുകളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആഘോഷം ആഭാസമാവരുത്. റമളാനിലെ അല്ലാഹ് തന്നെയാണ് നമ്മുടെ ഈദുൽ ഫിത്റിൻ്റെ അന്നത്തെയും അല്ലാഹ് എന്ന് നമുക്ക് ഓർമ്മ വേണം. റമളാനിൽ മാത്രം സൽക്കർമ്മം ചെയ്യുന്ന പരിപാടി ഒരിക്കലും ഉണ്ടായിക്കൂടാ. റമളാനിൽ കിട്ടിയ ഊർജം അത് നമുക്ക് അടുത്ത റമളാൻ വരെ ആരാധനകളിൽ സജീവമാവാനുള്ള ഒരു നിധിയായി നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.